വന്നിട്ടുള്ളത് പെരുന്നാൾ ആശംസകളായിട്ട് കുറച്ച് പടക്കങ്ങൾ പൊട്ടിക്കാണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തി തരാം. അപ്പം നേരെ വീഡിയോയിലോട്ടേ പോവാം. അപ്പൊ കുറച്ച് പടക്കങ്ങളേ ഉള്ളൂ, കൂടുതലായിട്ടും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് ഈ ഒരു സാധനമാണ്, ഫ്ലവർ പോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിൽ പറയാം മത്താപ്പൂ എന്നാണ്, പലയിടത്ത് പലതായിരിക്കും പറയാൻ എനിക്ക് അറിയില്ല. എന്തായാലും നമുക്കിത് നോക്കാം. ഇത് സാധാ മത്താപ്പല്ല, ഒരു ഗ്രീൻ കളർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ ചെറുതാണ് സാധനം, ഇത്ര വണ്ണയുള്ളൂ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോവുകയും ചെയ്യും. പിന്നെ ഇത് 2-3 കുറച്ച് നേരം നിൽക്കുള്ളൂ, ചെറുതായോണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് നല്ല പച്ച കളറായിരിക്കും, നിങ്ങൾക്ക് വീഡിയോയില് കാണാൻ തിരിയും. ഞാനിത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിലിപ്പം 10 പീസ് ഉണ്ടായിരുന്നു, 10 പീസ് ഉണ്ട് ഇതില്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറയുമ്പോ അടുത്ത ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ ഐറ്റം കാണിച്ചു തരാം. ഇത് അത്യാവശ്യമാണ്, നമുക്ക് ഇതൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഇയാൾ ആവശ്യമാണ്. ഇത് കമ്പിത്തിരി എന്ന് പറയും. ഇത് കമ്പിത്തിരി നമ്മൾ ഒരു 3 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സാധാ കളറ്. പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. റെഡ് കളർ ഉണ്ട്. റെഡ് കളറും ഇതിൽ 5 പീസാണ് വരുന്നത്. എല്ലാത്തിനും 5 പീസാണ് വരുന്നത്. അങ്ങനത്തെ റെഡിന്റെ 2 പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടൽ 3 പാക്കറ്റാണ് ഉള്ളത്. ഇതൊന്ന് ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇത് റെഡ് കളറാണ്. നമ്മൾ നേരത്തെ മത്താപ്പൂ കാണിച്ചത് ഒരു ഗ്രീൻ കളർ അല്ലേ. ഇത് അതേപോലെ കമ്പിത്തിരി റെഡ് കളറാണ്. ഇതിൽ 5 പീസ് വരുന്നുണ്ട്. അത്യാവശ്യം കുറെ ഇത് കത്തും, അതുകൊണ്ട് നല്ലതാണ്. ഇതെന്താണ് എല്ലാ സ്ഥലത്തും ഈ കമ്പിത്തിരി തന്നെയാണ് പറയാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തായാലും കമ്പിത്തിരി എന്ന് പറയും. അടുത്ത സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത സാധനം ഇത് തന്നെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ച് ബിഗ് ആണ്. ഇത് ഫ്ലവർ പോട്ട് സ്പെഷ്യൽ ആണ്. ഇത് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല, പക്ഷെ ഇത് നല്ലോണം ഹൈറ്റിൽ പോവുകയും ചെയ്യും, കുറെ ടൈം എടുക്കുകയും ചെയ്തു. അത് നമ്മൾ നേരത്തെ കാണിച്ചതിനെക്കാട്ടും വലുതാണ്. ഇതിൽ കളർ വരുമോ നമുക്കറിയില്ല, വരുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും വീഡിയോയിൽ നോക്കിയിട്ട് പറയാം. ഇതാണ് ഇത്ര വലുപ്പമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറുതിന്റെയോ വലുപ്പം നോക്കി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയോ വ്യത്യാസം. ഇത് ചെറുതും ഇത് വലുതുമായിട്ട്. അപ്പം ഇത് ഒരു 10 പീസ് തന്നെ ഉണ്ട്. ഇതിന് നമ്മൾ മത്താപ്പൂ തന്നെ പറയും. നിങ്ങളുടെ നാട്ടിൽ മത്താപ്പൂ തന്നെയായിരിക്കും ഈ രണ്ടിനും പറയാം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ അടുത്ത സാധനം കാണിച്ചു തരാം, കട്ട്. അപ്പൊ അടുത്തത് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നാലും ഈ സാധനം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ 10 പീസ് വരുന്നുണ്ട്. ഇതിലും 10 പീസ് തന്നെ വരുന്നുണ്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയിട്ടുണ്ട്. എന്നാലും ഇത് നല്ലോണം ഇത് കറങ്ങും. ഇത് നമ്മൾ ഇതിന് പറയും ചേരട്ടത്തിരിന്ന്. ഇതിന് പലയിടത്തും പല പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ വരെ ചേരട്ടത്തിരി എന്നാണ്. എന്നാലും ഇട്ട് കറങ്ങുന്ന സാധനം. അതൊക്കെ സ്ലോ മോഷനിൽ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായി ഞാൻ കാണിച്ചു തരും. ഇതിലിപ്പോ 9 പീസാണ് ഉള്ളത്. സംഭവം അടിപൊളിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഐറ്റം കാണിച്ചു തരാം. അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല, റേറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു മാത്രം. ഇതാണ് ഐറ്റം. ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതെന്താ സാധനം എന്ന്. എന്തായാലും ഞാൻ ഇത് പൊട്ടിക്കുമ്പോഴുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തും. ഇതാണ് ഐറ്റം. കാണാനൊക്കെ സൂപ്പറാണ്. അപ്പോ ഇതാണ് ഫൈനൽ അല്ല, ലാസ്റ്റത്തെ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റത്തെ കാണിച്ചു തരാം. വൺ ഓഫ് ദി ഡേഞ്ചറസ്റ്റ് സാധനമാണ് ഇത്. പലയിടത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് പൊട്ടിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് ആ ഡേഞ്ചർ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കണ്ടാലോ. അപ്പൊ അടുത്തത് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണിത്. ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ. ഇതിനെ നമ്മൾ 2 പേര് പറയും. ഒന്ന് ബോംബ് എന്നും ഒന്ന് ഗുണ്ട് എന്നും പറയും. എനക്ക് അധിക സ്ഥലത്തും ഗുണ്ട് എന്ന് തന്നെയാണ് പറയാം. നമുക്ക് ഓപ്പൺ ചെയ്താലോ. ഇവിടുത്തെ പിക്ചറൊക്കെ കാണുമ്പോ കൊതിയാവുന്നു. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഇത് ഞാൻ തുറന്ന ആവശ്യം. ഇതിലും ഏതാണ്ട് 10 പീസോളം ഉണ്ട്.
ഇതെനിക്ക് കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇതാണ് ഐറ്റം. ഇതിന് തീ കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. തീ കൊടുക്കേണ്ട സ്ഥലം ഈ ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് തീ കൊടുക്കേണ്ടത്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. നിങ്ങളും ഇത് വാങ്ങിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങൾ അതിന്റെ എങ്ങനെയാണ് ആ ഒരു ബോംബ് പൊട്ടുന്ന അതിന്റെ എല്ലാം ഒരു കമന്റ് നിങ്ങൾ ഇട്ടോ. ഇതാണ് ഐറ്റം. നല്ല പച്ച കളറിലുള്ള ഒരു ഐറ്റം. അതിന്റെ മുകളിൽ എന്തൊക്കെ ചുറ്റിയിട്ട്. അപ്പം ഇത് ഒരു കുറച്ച് ഡേഞ്ചർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്തായാലും പൊട്ടിച്ചിട്ടുള്ള ആ ഒരു സൗണ്ടും ആ ഒരു ഭീകരവും ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു പൊട്ടാസൊക്കെ നമ്മൾ വൈകിട്ടാണ് പൊട്ടിക്കുന്നത്. ഇതാണ് ഐറ്റം. ഇതിന് ബോംബ് എന്നും പറയും, ഗുണ്ട് എന്നും പറയും. നമ്മളധികം ഉപയോഗിക്കുന്നത് ഗുണ്ട് എന്നാണ്. ഇതാണ് ഐറ്റം. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്. അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ ഈ രാത്രി നമ്മൾ ഇത് പൊട്ടിക്കും. അതിന്റെ ഒരു ഫുൾ വീഡിയോ ഇതൊക്കെ ഇന്ന് പൊട്ടിക്കും. ഫുള്ളായിട്ട് ഈ 10 പീസും നമ്മൾ ഈ ഒരു രാത്രി പൊട്ടിക്കുന്നതാണ്. നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ കാണണം. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഇതൊക്കെയാണ് നമ്മളൊരു പൊട്ടാസ് എന്ന് പറയുന്നത്. കുറച്ചേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇന്ന് രാത്രി എന്തായാലും അടിച്ചു പൊളിക്കും. അഡ്വാൻസ് ഈദ് മുബാറക്. നാളെ നമ്മളെ പെരുന്നാളാണ്. നിങ്ങളെല്ലാം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. പെരുന്നാളിന്റെ വീഡിയോ എന്തായാലും മറക്കാതെ വരും. കമ്മിങ് സൂൺ. ഇതാണ് നമ്മളെ പട്ടാസ്. കുറച്ച് ഉള്ളൂ, പക്ഷെ അത്യാവശ്യം ഇത് ഓരോന്നോരോന്ന് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇന്ന് അടിച്ചു പൊളിക്കണ്ടേ. വെയിറ്റ് ഫോർ ദി വീഡിയോ. ബൈ. അപ്പൊ ഗായ്സ്, ഇതൊക്കെ പൊട്ടിച്ചിട്ടുള്ള വീഡിയോ എന്തായാലും വരും. നിങ്ങൾ ഇത് മുഴുവനായി കാണണം. അപ്പൊ അത് വിശ്വസിച്ച് ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് ഗായ്സ്. പെരുന്നാളിന്റെ വീഡിയോ വരും, അതും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇനി തുടർച്ചയായി വീഡിയോ ഇടും എന്ന് വിശ്വസിക്കുന്നു. ബൈ. അപ്പൊ നാളെ പെരുന്നാളാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് കമ്പിത്തിരി എന്നാണ്. കമ്പിത്തിരിയും തുടങ്ങിയിട്ട് അങ്ങ് ബോംബിലേക്ക് വരെ എത്തും. കാണാം. കത്തിക്കാൻ പോകുന്നത് മത്താപ്പുമാണ്. നമ്മൾ കാണിച്ചു തരാം. മത്താപ്പൂസ് 1 2 ഇതൊക്കെ പൊട്ടിച്ചിട്ടുള്ള
കത്തിക്കാൻ പോകുന്നത് ചിരട്ടത്തിരി. അപ്പൊ നമുക്ക് കത്തിച്ചിട്ട് നമ്മൾ കത്തിക്കാൻ പോണ്. അടുക്ക് ഞാൻ ഫസ്റ്റ് കത്തി. നാളെ പെരുന്നാളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് പെരുന്നാൾ ആശംസകൾ. ഞാൻ ലൈറ്റ് തന്നെ എടുത്തുക്കട്ടെ. നമ്മൾ എന്തായാലും വെച്ചൊന്നും എടുക്കില്ല. നിങ്ങൾ ലൈവ് ആയിക്കണം പോണ്. അയക്കില്ല ബാക്ക് ഓടിക്കാൻ നോക്ക്. ബാക്കിയുണ്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് മാസ്ക് ഇട്ടത് എനിക്ക് അലർജിയാണ്, പുക, അതുകൊണ്ടാണ്. ഇതൊക്കെയാണ്. ഗോമൊന്നും തൊട്ടിട്ടില്ല. ഒരു ചിരട്ടത്തിരി മാത്രം നമ്മൾ കത്തിച്ചു. മത്താപ്പ് ഏതാണ്ട് കഴിയാറായി. മത്താപ്പ് കഴിഞ്ഞു ഗൈസ്. നമ്മളെ മത്താപ്പനിയില്ല. അപ്പൊ നമ്മളെ മത്താപ്പ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയുള്ള ഐറ്റംസ് കാണിച്ച ഗൈസ്. ഗുണ്ടുണ്ട്, ഇതുണ്ട്, ഈ ഒരു ഐറ്റംസ് ഉണ്ട്. ഇതാണ് ഈ ഒരു ഐറ്റം ഉണ്ട്. ഇത് നമ്മൾ രണ്ടെണ്ണം പൊട്ടിച്ച് സാധനം കിടിലാണ്. ഇത് തീ കത്തിക്കുമ്പോഴത്തേക്കും നമ്മൾ മാറുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഫോട്ടോയാണ്. ഇതിലെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു, നിങ്ങൾക്ക് മറക്കാതെ കാണാം. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ ചിരട്ടത്തിരിയാണ്. ചിരട്ടത്തിരി ഇസ് വെരി ഫാസ്റ്റ്. ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ബോംബൊന്നും തൊട്ടിട്ടില്ല. ഇത് കുട്ടികൾ പൊട്ടിക്കേണ്ട ഐറ്റം അല്ല. കേൾക്കുന്നുണ്ട് ഗൈസ്,
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ചിലപ്പോ പൊട്ടിച്ചിട്ടില്ലേ, നാളെ പൊട്ടിക്കും. പിന്നെ ഇതും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സൗണ്ടിന്. ഇത് ഒരു കിട്ടില്ല. ഇതൊരു സാധനമാണ്. ഇതൊരു പൊട്ടാസ് തന്നെയാണ്. പക്ഷെ അധികം സൗണ്ട് ഒന്നുമില്ല. പക്ഷെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ പേടിയുണ്ട്. എനിക്കിത് ചെറുതായിട്ടൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇവനൊക്കെ ഇത് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട തോക്കിന് അത്യാവശ്യം നല്ലോണം ഒച്ചയുണ്ട്. അത് എനിക്ക് ചെറുതായിട്ട് പേടി. അതുകൊണ്ട് ഞാൻ എന്റെ കസിന് കൊടുത്തു. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല അത്യാവശ്യം നല്ലോണം ഒച്ചയുണ്ട്. അതില് 8 പീസ് എല്ലാവർക്കും അറിയാം. എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പടക്കം പൊട്ടിക്കൽ വീഡിയോ കഴിഞ്ഞിരിക്കും. നമ്മുടെ അലങ്കാരം കണ്ട ഗൈസ്. ഇല്ല, ചൂടാണ്. നേരത്തെ നിന്നൂടാത്ത ഇത് പൊട്ടിക്കാൻ ബാക്കിയുണ്ട്. ചേട്ടത്തിരി പൊട്ടിച്ച്, സൗണ്ട് കണ്ടില്ല, ഇത് പൊട്ടിച്ച്, മത്താപ്പ് പൊട്ടിച്ച്, എല്ലാം പൊട്ടിച്ച്. അപ്പൊ നിങ്ങൾക്ക് നാളെ പെരുന്നാളിന്റെ വീഡിയോ ഉറപ്പായി വരും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചടിക്കുക. ബൈ.